ഈ സംഭവേ ഒരു വട്ടം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാല് സ്ഥിരമായിട്ട് പിന്നെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പഴ് ഒരു പാനിലോട്ട് ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് അതിലേക്ക് ഒരു 3 മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് ഉപ്പും കുരുമുളകും ഒന്ന് വിതറി കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെക്കണേ. ഇനി വീണ്ടും അതേ പാനിലോട്ട് തന്നെ വീണ്ടും കുറച്ച് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ആക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി ഒരു കുഞ്ഞ് സവാള അരിഞ്ഞതും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അതിലേക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തോളൂ. ഞാൻ കുറച്ച് ബീൻസും, കുറച്ച് ക്യാപ്സിക്കവും, ക്യാരറ്റും, കുറച്ച് തക്കാളിയും ചേർക്കുന്നുണ്ടേ. അപ്പം നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്തോളൂ. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും സോയ സോസും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ചോറ് ഉപ്പും ചേർത്ത് വേവിക്കണം കേട്ടോ. ചേർത്തിട്ട് നമ്മുടെ ആ മുട്ട ഫ്രൈയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ ഫ്രൈഡ് റൈസ് റെഡി.